ധനുഷ്കോടി ഇന്ത്യ വൻകരയുടെ അറ്റത്തെ കടലെടുത്തുപോയ നാട്. സങ്കടാത്മാക്കളുടെ വിലാപത്തിരി ഉയർന്ന തീരം. ഇന്ന് ധനുഷ്കോടിയുടെ കഥയാണ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ അറ്റത്തു നിന്നുള്ള സൂര്യോദയ കാഴ്ചയാണിത്. ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ധനുഷ്കോടിയിൽ ഒത്തുചേരുന്നു. അരിച്ചൽ മുനമ്പ് എന്ന ഭാഗത്തേക്ക് ഇറങ്ങിയാൽ രണ്ട് സമുദ്രങ്ങളിലെയും തിരകൾ വന്നു തൊടും. തീടുകൾ എന്ന് വിളിക്കുന്ന 2-3 മണൽത്തട്ടുകൾക്കപ്പുറം വെറും 18 കിലോമീറ്റർ അകലെ ശ്രീലങ്കയാണ്. ധനുഷ്കോടിയിൽ നിന്ന് ടെലിസ്കോപ്പിലൂടെ നോക്കിയാൽ ശ്രീലങ്കയിലെ തലൈമനാറിലുള്ള കെട്ടിടവും അവിടെ പറക്കുന്ന കൊടിയും കാണാം. സീതയെ വീണ്ടെടുക്കാൻ വാനരസേന ലങ്കയിലേക്ക് നിർമ്മിച്ചതായി വിശ്വസിക്കപ്പെടുന്ന രാമസേതുവിന്റെ പണി തുടങ്ങാൻ രാമൻ വില്ല് അഥവാ ധനുസ്സുകൊണ്ട് അടയാളപ്പെടുത്തിയത് ധനുഷ്കോടിയിലായിരുന്നു എന്നാണ് ഐതിഹ്യം. യുദ്ധത്തിന് ശേഷം വിഭീഷണന്റെ അപേക്ഷ പ്രകാരം സേതുവിന്റെ ഒരറ്റം ശ്രീരാമൻ ധനുസിന്റെ അഗ്രം കൊണ്ട് മുറിച്ചു കളഞ്ഞുവെന്നും തീർത്ഥാടകർ വിശ്വസിക്കുന്നു. ലങ്കയിൽ നിന്ന് രാക്ഷസർ ഇങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇതെന്നാണ് ഭക്തർ പറയുന്നത്. നേരത്തെ ധനുഷ്കോടിയിൽ നിന്ന് തലൈമനാറിലേക്ക് ഫെറി സർവീസ് നടത്തിയിരുന്നു. ஒரு கப்பல் தான் தனுஷ்கோடி டு தலமனாறு. அது 60 நாளுக்கு முன்னாடி இருந்துச்சு. பாஸ்போர்ட் இந்தியா டு இலங்கை பாஸ்போர்ட் இருந்துச்சு. கப்பல்ல போது 60 நாளுக்கு முன்னாடி ஒரு ദിവസം പോണേ. ഇദ്ദേഹം പറഞ്ഞ 1964 ധനുഷ്കോടിയുടെ വിധി മാറിമറിഞ്ഞത്. 1964 ഡിസംബർ 22 ഇവിടെ ചുഴലിക്കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. ആ രാത്രിയിൽ 400 മുതൽ 550 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിച്ച കാറ്റിൽ ഏകദേശം 1800 പേരോളം മരിച്ചതായാണ് വിക്കിപീഡിയ പറയുന്നത്. 115ഓളം യാത്രക്കാരുമായി ധനുഷ്കോടിയോട് അടുത്തുകൊണ്ടിരുന്ന ഒരു തീവണ്ടിയെ ഈ കാറ്റിലുയർന്ന തിരമാലകൾ അപ്പാടെ കടലിലേക്ക് കൊണ്ടുപോയി. ഭീമൻ തിരമാലകൾ ഒരു രാത്രി കൊണ്ട് ധനുഷ്കോടിയെ തച്ചുടച്ചു. ഒറ്റ ജീവൻ പോലും ബാക്കിയാവാതെ പോയ ആ ദുരന്തത്തിൽ വാർത്താവിനിമയ മാർഗങ്ങളെല്ലാം തകർന്നു പോയതിനാൽ വിവരം പുറംലോകമറിഞ്ഞപ്പോൾ വൈകി. അന്ന് ഉപേക്ഷിക്കപ്പെട്ട നഗരമായതാണ് ധനുഷ്കോടി. ജീവിതയോഗ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി അധികൃതർ ധനുഷ്കോടിയെ ഗോസ്റ്റ് ടൗണായി പ്രഖ്യാപിച്ചു. 2004 ഡിസംബറിലുണ്ടായ സുനാമി സമയത്ത് കുറച്ചുനേരം കടൽ പിൻവലിഞ്ഞപ്പോൾ പഴയ പട്ടണത്തിൻ്റെ ഭാഗങ്ങൾ കാണാമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. സമുദ്രം അതിൻ്റെ വിലാപ്പുറത്ത് ഹൃദയസങ്കടങ്ങളോട് ചേർത്തുവെച്ച ആ പട്ടണം സ്വന്തം അവശേഷിപ്പുകൾ കണ്ട നേരമാവണം അത്. ദുരന്തത്തിലേക്ക് യാത്ര ചെയ്ത ആ സങ്കട തീവണ്ടിയുടെ ഓർമ്മകൾ ബാക്കിയാക്കുന്ന റെയിൽവേ സ്റ്റേഷൻ, അൾത്താരയും കവാടവും അടർന്ന ഭിത്തികളുമായി നിലകൊള്ളുന്ന വിശുദ്ധ അന്തോണീസിന്റെ പേരിലുള്ള ദേവാലയം, തകർന്ന കെട്ടിടങ്ങളും വീടുകളും ജലസംഭരണിയും. ഉപേക്ഷിക്കപ്പെട്ട നഗരത്തിലെ ദുരന്ത ബാക്കികൾ ഇതൊക്കെയാണ്. മീൻപിടുത്തക്കാരുടെ ചുരുക്കം ചില ഓലക്കുടലുകളാണ് ഇപ്പോൾ ധനുഷ്കോടിയിലുള്ളത്. പാട്ടുപാടി തീരത്തേക്ക് വലിയ വല വലിച്ചെടുപ്പിക്കുന്ന മത്സ്യബന്ധന തൊഴിലാളികളെ രാവിലെ തന്നെ കാണാം. വൈദ്യുതിക്കായി സോളാർ പാനൽ ഉപയോഗിക്കുന്നു. മൊബൈൽ കവറേജ് ഇല്ല. മീൻ പിടിച്ചും ചെറു ഭക്ഷണക്കടകൾ നടത്തിയും സഞ്ചാരികൾക്കായി സാധനങ്ങൾ വിറ്റുമൊക്കെയാണ് ഇവിടെയുള്ളവർ ജീവിക്കുന്നത്. ഇത് അത്തരത്തിലൊരു ഭക്ഷണശാലയാണ്. വലിയ അടുപ്പിൽ കൊതിപ്പിക്കുന്ന മണവുമായി മസാലയിൽ മുങ്ങിപ്പൊരിയുന്ന മീനുകൾ. ദോശയും സാമ്പാറും മീൻകറിയും വറുത്തതുമൊക്കെ രാവിലെ തന്നെ കിട്ടും. ഉച്ചയ്ക്ക് തമിഴ്നാട് സ്റ്റൈൽ രസികൻ രസവും പൊരിയലും മീനും കൂട്ടിയുള്ള ഊണാണ് ഈ ഭക്ഷണശാലകളിലെ മറ്റൊരു ഹൈലൈറ്റ്. രാവിലെ 6 മുതൽ വൈകുന്നേരം 5 വരെയാണ് ധനുഷ്കോടി കാണാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം. ഈ സമയത്തിന് മുൻപും പിൻപും ഇങ്ങോട്ടേക്കുള്ള വഴി ബാരിക്കേഡുകൾ കൊണ്ട് അടയ്ക്കും. രാത്രി ധനുഷ്കോടിയിൽ തങ്ങാൻ പുറമേ നിന്നുള്ളവർക്ക് അനുവാദമില്ല. ധനുഷ്കോടി കണ്ട് തിരിച്ചു പോകുമ്പോൾ ഓർത്തു, കടലെടുത്ത് പോയാലും കസേരയിട്ടിരിക്കും ചില ഓർമ്മകൾ. ധനുഷ്കോടി വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കഥയുമായി വീണ്ടും കാണും വരെ ഇറ്റ്സ് അരുൺ ബേബി മാത്യു സൈനിങ് ഓഫ്. കഥകൾ അവസാനിക്കുന്നില്ല.